റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പൊടുന്നനെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മാറിയതിനെ സംബന്ധിച്ച് ചാനൽ ഇതുവരെ ഔദ്യോഗികമായി ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. എന്തുകൊണ്ട് അതങ്ങനെ ചോദിക്കുന്നു എന്ന് വെച്ചാൽ, റിപ്പോർട്ടർ ചാനൽ മോടി വരുത്തി പുറത്തു വന്നതിന് ശേഷം ആൻഡോ ബ്രദേഴ്സ് ഏറ്റെടുത്ത് നടപ്പാക്കി തുടങ്ങിയപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നൊരു പരിപാടി വെച്ചു. നികേഷ് കുമാർ, ഡോക്ടർ അരുൺകുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതിയും ഒപ്പം മുതലാളിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനുമാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തിരുന്നത്. ആരുടെയെങ്കിലുമൊക്കെ അസൗകര്യമുണ്ടെങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ പരിപാടി നടന്നു വരികയായിരുന്നു. പക്ഷേ ഈ എഡിറ്റർമാരുടെ പരിപാടിയിൽ നികേഷ് കുമാർ ചാനലിൽ നിന്ന് വിടവാങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഒരു പ്രത്യേക മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. നികേഷ് കുമാറിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ചാനലിനെക്കുറിച്ച് നികേഷ് കുമാറിന് പറയാനുള്ള അഭിപ്രായവും അവർ നാട്ടുകാരെ കേൾപ്പിച്ചു. എന്തുകൊണ്ട് നികേഷ് കുമാർ ചാനൽ വിടുന്നു എന്നും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയാണെന്നുള്ള വിവരം റിപ്പോർട്ടർ ചാനൽ തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലൂടെ നാട്ടുകാരെ അറിയിച്ചതാണ്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ്റെ പൊടുന്നനെയുള്ള ഈ കാലുമാറ്റം, അതിനെ സംബന്ധിച്ച് ഇതുവരെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു ചാനലിൽ നിന്ന് ഒരു വ്യക്തി അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ച് സംഘപരിവാർ ചാനലിലേക്ക് പോയി എന്നുള്ളത്.